ഓംകാര അഭ്യാസം. സുഖാസനം അല്ലെങ്കിൽ പത്മാസനത്തിലിരിക്കുക. കണ്ണുകളടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതുമായ ശ്വാസം എണ്ണുക. ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും മരുന്നുപോലെയാണെന്ന് വിചാരിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ശരീരത്തിലുള്ള അസുഖങ്ങളും പിരിമുറുക്കങ്ങളും വിട്ടുപോകുന്നു എന്നും സങ്കൽപ്പിക്കുക. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരിക്കുക. നന്നായി ആഞ്ഞു ശ്വസിക്കുക. ഓം എന്ന് ഉച്ചരിക്കുക. ശരീരം അയയുന്നതായി നിങ്ങൾക്ക് തോന്നും. വീണ്ടും അയയുന്നു. കൂടുതൽ അയവുള്ളതാകുന്നു. ശരീരം ലഘുവായതായി തോന്നും. കൂടുതൽ ലഘുവാകുന്നു. ലഘുവാകുന്നു. 3 തവണ മനസ്സിൽ ഇങ്ങനെ പറയുക: ഞാൻ ആരോഗ്യമുള്ളവളായിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യമുണ്ടാകുന്നു. ആരോഗ്യമുണ്ടാകുന്നു. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഇപ്പോൾ ഉള്ളം കൈകൾ രണ്ടും നന്നായി ഉരയ്ക്കുക. അവ നല്ലവണ്ണം ചൂടാവുമ്പോൾ കണ്ണുകളുടെ മേൽ വയ്ക്കുക. മെല്ലെ കണ്ണുകൾ തുറക്കുക. ഓം എന്നതിൽ 3 അക്ഷരങ്ങളുണ്ട്: അ, ഉ, മ. ഓം എന്നത് 3 രീതികളിൽ ഉച്ചരിക്കാവുന്നതാണ്. ആദ്യം ആ ദീർഘമായും ഉ ഹ്രസ്വമായും മാ ഹ്രസ്വമായും ഉച്ചരിക്കാം. രണ്ടാമതായി ആ ഹ്രസ്വമായും ഉ ദീർഘമായും മാ ഹ്രസ്വമായും. മൂന്നാമതായി ആ ഉ എന്നിവ ഹ്രസ്വമായും മാ ദീർഘമായും. ഞങ്ങളോടൊത്ത് ഓം എന്നുച്ചരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഓം എന്നതിന്റെ ശരിയായ ഉച്ചാരണ രീതി പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പത്മാസനത്തിലിരിക്കുക. എന്നിട്ട് ഞങ്ങളോടൊത്ത് ഓം എന്നുച്ചരിക്കുക. ആദ്യം ഇങ്ങനെ ഉച്ചരിക്കാം: ആ ദീർഘമായും ഉ ഹ്രസ്വമായും മ ഹ്രസ്വമായും. പത്മാസനം ഇത് യോഗാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട ഒരാസനമാണ്. നിങ്ങളുടെ കാലുകൾക്ക് ബലവും ഫ്ലെക്സിബിലിറ്റിയും ഇല്ലെങ്കിൽ ഈ ആസനം സൂക്ഷിച്ച് ചെയ്യണം. വലതുകാൽ മടക്കി പാദം ഇടത്തെ തുടയുടെ കഴലയ്ക്ക് മുകളിൽ കയറ്റിവെക്കുക. അതേപോലെ ഇടതുകാൽ മടക്കി വലത്തെ തുടയുടെ കഴലയ്ക്ക് മുകളിലും കയറ്റിവെക്കുക. ഇപ്പോൾ 2 കൈകളും കാൽമുട്ടുകളുടെ മേൽ വയ്ക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക. പ്രയോജനങ്ങൾ: ഈ പോസ്ചറിൽ ഇരിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ ദീർഘനേരം അനങ്ങാതെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ശരീരത്തെ സ്വയം നിയന്ത്രിക്കുവാനും സാധിക്കും. കാലുകളിലേക്കുള്ള രക്തസഞ്ചാരം കുറയുന്നതിനാൽ ഉദരഭാഗത്തേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുന്നു. വിശപ്പില്ലാത്തവർ ഈ ആസനം ചെയ്യുക. പ്രാണായാമം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളിൽ നാം മനസ്സിരുത്തേണ്ടതാണ്. 1. പ്രാണായാമം ചെയ്യുന്നതിന് മുൻപ് മലമൂത്ര വിസർജനം നടത്തിയിരിക്കേണ്ടതാണ്. ഭക്ഷണത്തിന് ശേഷം കുറഞ്ഞത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ പരിശീലിക്കാൻ പാടുള്ളൂ. 2. ആസനങ്ങൾ ചെയ്തതിന് ശേഷവും ധ്യാനത്തിന് മുൻപായും പ്രാണായാമം ചെയ്യുക. 3. പ്രാണായാമം ചെയ്യുന്നതിന് മുൻപ് ശരീരത്തിന് പരമാവധി അയവ് കൊടുക്കുക.
4. പ്രാണായാമം ചെയ്യുമ്പോൾ പിരിമുറുക്കം ഉണ്ടായിരിക്കരുത്. ശാന്തതയോടെ ശ്വാസം പിടിച്ചിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ശ്വാസകോശത്തിന് പ്രതികൂലമായ ഫലം ഉണ്ടായേക്കാം. വായുസഞ്ചാരവും ശാന്തതയും നിറഞ്ഞ ശുദ്ധമായ സ്ഥലത്ത് മാത്രമേ പ്രാണായാമം ചെയ്യാവൂ. അശുദ്ധമായ ദുർഗന്ധം നിറഞ്ഞ പുക പിടിച്ച മുറിയിൽ ചെയ്യരുത്. അധികം വായുസഞ്ചാരമുള്ള സ്ഥലത്തും ചെയ്യരുത്. 5. പ്രാണായാമത്തിന്റെ ആരംഭത്തിൽ മൂത്രത്തിന്റെ അളവ് കുറയും. ദഹനക്കേടുണ്ടാവും. കഠിനമായ വയറിളക്കമുണ്ടായാൽ ഉപ്പും എരിവും ഒഴിവാക്കുക. വയറിളക്കമുണ്ടായാൽ കുറച്ച് ദിവസത്തേക്ക് പ്രാണായാമം ചെയ്യുന്നത് നിർത്തിയിട്ട് ചോറും തൈരും മാത്രം കഴിക്കുക. 6. പ്രാണായാമം ചെയ്യുമ്പോൾ കൊതുകിന്റെയും മറ്റു പ്രാണികളുടെയും ശല്യം ഒഴിവാക്കാൻ ശരീരം ഒരു കനം കുറഞ്ഞ തുണി കൊണ്ട് പുതയ്ക്കുക. 7. പ്രാണായാമത്തിന്റെ ഉയർന്ന നിലകൾ ഒരു നല്ല യോഗാചാര്യന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാവൂ. 8. പ്രാണായാമം വളരെ ഗഹനമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പുകവലി, മദ്യപാനം, പുകയിലയുടെ ഉപയോഗം, സസ്യേതര ഭക്ഷണം എന്നിവ ഉപേക്ഷിക്കേണ്ടതാണ്. 9. ഹൃദ്രോഗങ്ങളോ ഉയർന്ന രക്തസമ്മർദ്ദമോ ഉണ്ടെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശ്വാസം പിടിച്ചിരിക്കരുത്. മൂക്കിന്റെ വലതുദ്വാരം മൂടിക്കൊണ്ട് ശ്വാസം ആഞ്ഞു വലിക്കുക. പിന്നീട് മെല്ലെ ഉച്ഛ്വസിക്കണം. അതേ ദ്വാരത്തിലൂടെ ശ്വാസം വലിച്ച് പുറത്തേക്ക് വിടുക. ഓർമ്മിക്കുക, ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ എടുക്കുന്നതിന്റെ ഇരട്ടി സമയം ഉച്ഛ്വസിക്കാൻ എടുക്കേണ്ടതാണ്. മുൻപ് നാം ചെയ്തതുപോലെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ 4 വരെ എണ്ണുക. ഉച്ഛ്വസിക്കുമ്പോൾ 8 വരെ എണ്ണുക. ഇത് തുടർന്ന് ചെയ്യുക. ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ ശ്വാസം പിടിക്കരുത്. അതുകൊണ്ട് 8 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാസാദ്വാരം മാറ്റി ചെയ്യാവുന്നതാണ്. ഇടതുദ്വാരം വഴി ശ്വാസം വലിച്ച് ഇടതുദ്വാരം വഴി തന്നെ പുറത്തുവിടാം. ഇപ്പോഴും 8 തവണയെങ്കിലും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തുവിടണം. പ്രാണായാമത്തിൽ എപ്പോഴെല്ലാം ശ്വാസം ആഞ്ഞു വലിച്ച് ഉച്ഛ്വസിക്കുന്നുവോ അപ്പോഴെല്ലാം ശ്വസിക്കുന്ന ശബ്ദം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഉയർന്ന നിലയിലുള്ള പ്രാണായാമത്തിന് പൾസിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. ഈ പ്രാണായാമം 8 തവണ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. പ്രാണായാമം ചെയ്യുമ്പോൾ തലകറക്കം തോന്നുകയാണെങ്കിൽ ഉടനെ നിർത്തുക. കണ്ണുകൾ അടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇത് തുടർന്ന് ചെയ്യുക. പ്രാണായാമം ചെയ്തതിനു ശേഷം റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിൽ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രയോജനങ്ങൾ. പ്രാണായാമം ചെയ്യുന്നതിനാൽ ശ്വാസനാളം തുറക്കുന്നു. അതിലുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതോടൊപ്പം രക്തധമനികളെ ശുദ്ധീകരിക്കുന്നു. കൂടുതലുള്ള ഓക്സിജൻ ശരീരത്തെ പോഷിപ്പിക്കുന്നു. ശരീരത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ നീക്കം ചെയ്യുന്നു. തൽഫലമായി പൂർണ്ണ ശരീരത്തിനും ഉന്മേഷം ലഭിക്കുന്നു. പ്രാണായാമം തലച്ചോറിലെ ഞരമ്പുകളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ തലച്ചോറിന്റെ എല്ലാ ഭാഗങ്ങളും അതിന്റെ പരമാവധി ക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ശ്വാസകോശത്തിലുള്ള എല്ലാ മലിനവായുവും നീക്കം ചെയ്യപ്പെടുന്നു. ശീതളി പ്രാണായാമം. ആരംഭിക്കുവാൻ പത്മാസനം അല്ലെങ്കിൽ സുഖാസനത്തിലിരിക്കുക. നാക്ക് സ്ട്രോ പോലെ ചുരുട്ടിക്കൊണ്ട് ആ സ്ട്രോയിലൂടെ ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസം പിടിച്ച് തല കുനിക്കുക. ശ്വാസം പരമാവധി പിടിച്ചിരിക്കുക. തല ഉയർത്തി മൂക്കിലൂടെ ശ്വാസം പുറത്തുവിടുക. അതായത് ശ്വസിക്കുമ്പോൾ സ്ട്രോ പോലെ ചുരുട്ടിയ നാക്കിലൂടെ ശ്വാസം വലിച്ചിട്ട് ഉച്ഛ്വസിക്കുമ്പോൾ മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. നിർബന്ധപൂർവം ശ്വാസം പിടിച്ചിരിക്കരുത്. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്ര മാത്രം ഈ പ്രാണായാമം തുടർന്ന് ചെയ്യാം. തുടക്കത്തിൽ ഈ പ്രാണായാമം 9 തവണ ചെയ്യാം. നിങ്ങൾക്ക് രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ മെല്ലെ എണ്ണം വർദ്ധിപ്പിച്ച് 60 തവണ വരെ ചെയ്യാം. പക്ഷേ തുടക്കത്തിൽ തന്നെ 60 തവണ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ആദ്യത്തെ 5 ദിവസത്തേക്ക് 9 തവണ ചെയ്യാം. പിന്നീട് അടുത്ത 5 ദിവസത്തേക്ക് 18 തവണയും അതിനടുത്ത 5 ദിവസത്തേക്ക് 27 തവണയും ചെയ്യാം. ഈ രീതിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ നാക്കിൽ തണുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ശീതളി പ്രാണായാമം. പ്രയോജനങ്ങൾ: ഉപപേശികൾക്ക് അയവ് വരുത്തുന്നു, മനസ്സിന് സന്തുലിതാവസ്ഥയും ശാന്തിയുമേകുന്നു, ശരീരം മുഴുവനുമുള്ള ഓക്സിജന്റെ പ്രവാഹത്തെ വർദ്ധിപ്പിക്കുന്നു, ദാഹം ശമിപ്പിക്കുന്നു, രക്തത്തെ ശുദ്ധീകരിക്കുന്നു. ഭസ്ത്രിക പ്രാണായാമം. ഉയർന്ന രക്തസമ്മർദ്ദം, തലകറക്കം അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ളവർ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ചെയ്യുക. ഇത് 2 സ്റ്റെപ്പുകളായാണ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഭസ്ത്രിക പ്രാണായാമത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം. സുഖാസനത്തിലോ പദ്മാസനത്തിലോ ഇരിക്കുക. നിങ്ങളുടെ സൗകര്യമനുസരിച്ചാകാം. നട്ടില് നന്നായി നിവർന്നിരിക്കുക. 2 കൈപ്പത്തികളും കൈമുട്ടുകളിൽ വയ്ക്കുക. ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നെഞ്ച് വികസിപ്പിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് നെഞ്ച് ചുരുക്കുക. ഇതേ രീതിയിൽ നിങ്ങളുടെ നെഞ്ച് എത്രമാത്രം ചുരുക്കിയും വികസിപ്പിച്ചുകൊണ്ടുമിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്യുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. പിന്നീട് റിലാക്സ് ചെയ്യുക. പ്രാണായാമം ചെയ്യുമ്പോഴോ അതിനുശേഷമോ നിങ്ങൾക്ക് തലകറക്കമോ കണ്ണുകൾ ഇരുട്ടിപ്പോകുന്നതുപോലെയോ ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് അടുത്ത തവണ ഇത് ചെയ്യുമ്പോൾ കുറച്ച് സമയം മാത്രം ചെയ്യുക. ഈ പ്രാണായാമം 50 തവണ വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഉത്സാഹം കൊണ്ട് 100 തവണയോ 200 തവണയോ ചെയ്യാൻ ഒരിക്കലും പരിശ്രമിക്കരുത്. 50 തവണ ചെയ്തതിനു ശേഷം സാവധാനം നിർത്തുക. അതിനുശേഷം 5 എണ്ണത്തിലുമുപരി ചെയ്യരുത്. റിലാക്സ് ചെയ്യുക. പ്രയോജനങ്ങൾ: ഈ പ്രാണായാമം ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട്. ആസ്മ, ഉരസ്യയുടെ വീക്കം, TB എന്നിവയിൽ നിന്ന് ആശ്വാസം ലഭിക്കും. തൊണ്ട കരകരപ്പും ചുമയും മാറും. ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ മനസ്സിന് ശാന്തതയും സന്തുലിതാവസ്ഥയും നൽകും. ഈ പ്രാണായാമത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നാം കടക്കാൻ പോവുകയാണ്. പദ്മാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കുക. കൈപ്പത്തികൾ കാൽമുട്ടുകളിൽ വയ്ക്കുക. നെഞ്ച് ചുരുക്കി വികസിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഉദരഭാഗത്ത് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ വയറ് പെട്ടെന്ന് വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് ആഞ്ഞു വലിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ഇവിടെയും ആവർത്തിക്കുക. നിങ്ങളാലാവുന്നത്ര ഇത് ചെയ്യുക. പിന്നീട് നിർത്തുക. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഉദരഭാഗത്തോ വാരിയെല്ലിലോ മുതുകിലോ സ്ട്രെച്ചോ ടെൻഷനോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതോർത്തു ഭയപ്പെടേണ്ടതില്ല. റിലാക്സ് ചെയ്യുക. ആ ഭാഗങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെയുള്ള വേദന താനെ മാറിക്കൊള്ളും. ഒരു കാര്യം ഓർമ്മിക്കുക, ആസിഡിറ്റി ഉണ്ടെങ്കിൽ 2ാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല. ഞാനിത് ആവർത്തിക്കാം. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഉദരഭാഗത്തോ വാരിയെല്ലിലോ സ്ട്രെച്ച് അല്ലെങ്കിൽ ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതോർത്ത് ഭയപ്പെടേണ്ടതില്ല. റിലാക്സ് ചെയ്യുക. ആ ഭാഗങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെയുള്ള വേദന താനെ മാറിക്കൊള്ളും. പ്രയോജനങ്ങൾ: ഈ പ്രാണായാമം ചെയ്യുന്നതുകൊണ്ട് പ്രമേഹം, കുടവയറ്, ദഹനക്കേട് എന്നിവ മാറുന്നതാണ്. മാത്രമല്ല, ഭസ്ത്രിക പ്രാണായാമത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്താൽ ലഭിക്കുന്ന അതേ ഫലം തന്നെ ഈ പ്രാണായാമം മൂലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അനുലോമ വിലോമ പ്രാണായാമം. ഈ പ്രാണായാമവും ഏറെക്കുറെ നാഡീശോധൻ പ്രാണായാമം പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നല്ല വായു സഞ്ചാരമുള്ള ഒരു മുറിയിലിരുന്ന് നിങ്ങളാലാവുന്നത്ര ഇത് ചെയ്യാം. ഈ പ്രാണായാമം കണ്ണുകൾ അടച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമോ ഹൃദ്രോഗമോ ഉണ്ടെങ്കിൽ ശ്വാസം പിടിച്ചു നിർത്തരുത്. ഇപ്പോൾ ഈ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സുഖാസനത്തിലോ പദ്മാസനത്തിലോ നിങ്ങളുടെ സൗകര്യാർത്ഥം ഇരിക്കുക.
ഇപ്പോൾ നിങ്ങളുടെ ഇടത് നാസാദ്വാരം 2 കൈകൾ കൊണ്ട് അടച്ചുപിടിച്ച് ദീർഘശ്വാസം ആഞ്ഞു വലിക്കുക. ഇപ്പോൾ തള്ളവിരൽ കൊണ്ട് വലത് നാസാദ്വാരം അടച്ചുപിടിച്ച് ശ്വാസം ഉച്ഛ്വസിക്കുക. ഇപ്പോൾ ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം ആഞ്ഞു വലിച്ച് വലത് നാസാദ്വാരത്തിലൂടെ ഉച്ഛ്വസിക്കുക. ഇങ്ങനെ തുടർന്ന് ചെയ്യുക. അതായത് ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം വലിച്ച് വലത് നാസാദ്വാരത്തിലൂടെ ഉച്ഛ്വസിക്കുക. ഇതിന്റെ പേരാണ് അനുലോമ വിലോമ പ്രാണായാമം. നിങ്ങളാൽ കഴിയുന്നത്ര ഇത് ആവർത്തിക്കുക. പിന്നീട് സാവധാനം കൈ താഴോട്ട് കൊണ്ടുവന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ചിരിക്കണം. ശരീരവും അയഞ്ഞിരിക്കണം. ശരീരത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രയോജനങ്ങൾ. ഈ പ്രാണായാമം ധ്യാനത്തിന്റെ ഉയർന്ന നിലകൾക്ക് പ്രയോജനകരമാണ്. ഇത് ചെയ്താൽ ശരീരക്ഷീണം മാറും. ശ്വാസകോശ ഞരമ്പുകളിലുള്ള പ്രശ്നങ്ങളും മാറും. മനസ്സിന് ശാന്തതയും സന്തുലിതാവസ്ഥയും ലഭിക്കും. ഓക്സിജൻ ലഭിക്കുന്നത് മൂലം ശരീരത്തിന് കൂടുതൽ പോഷകങ്ങൾ ലഭിക്കും. തലച്ചോറിലുള്ള ഞരമ്പുകളെ ശുദ്ധീകരിക്കുന്നതിനാൽ തലച്ചോറിന്റെ പ്രവർത്തനശേഷി വർദ്ധിക്കുന്നു. ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുന്ന മലിനവായു നീക്കം ചെയ്യപ്പെടുന്നു. കപാലഭതി പ്രാണായാമം. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, തലകറക്കം എന്നിവയുള്ളവർ ഒരു ഡോക്ടറുടെയോ യോഗാചാര്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാവൂ. സൗകര്യമനുസരിച്ച് സുഖാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ ശ്വാസം നന്നായി ആഞ്ഞു വലിക്കുക. എന്നിട്ട് 3 തവണയായി ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ കുറഞ്ഞത് 8 തവണയെങ്കിലും ചെയ്യണം. നിങ്ങളുടെ സൗകര്യാർത്ഥം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഓർമ്മിക്കുക, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതിലുമുപരി ചെയ്യാൻ ശ്രമിക്കരുത്. റിലാക്സ് ചെയ്യുക. മനസ്സിന്റെ പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രയോജനങ്ങൾ. ഈ ആസനം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെയും കണ്ണുകളെയും അങ്ങുമിങ്ങും അലഞ്ഞു തിരിയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും. അങ്ങനെ മനസ്സിന് വിശ്രമം ലഭിക്കുന്നു. മനസ്സ് ശൂന്യാവസ്ഥയിലാകുമ്പോൾ അതിന് പുതിയ ഊർജം ലഭിക്കും. തലച്ചോറിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന രക്തത്തെ അകറ്റാൻ കഴിയും.